സാമൂഹ്യ പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ശബ്നം ഹാഷ്മി അസറ്റ് വായനാമുറ്റം സന്ദർശിച്ചു. കടിയങ്ങാട് അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടിയുടെ വീട്ടുമുറ്റത്താണ് അസറ്റ് വായനാമുറ്റം ഒരുക്കിയിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ഇതിനകം തന്നെ അസറ്റ് വായനാമുറ്റം സന്ദർശിക്കാനെത്തിയിരുന്നു. പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ NSS വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. NSS വളണ്ടിയർമാർക്ക് എങ്ങനെ സമൂഹത്തിനു വേണ്ടി നല്ല നിലയിൽ പ്രവർത്തിക്കാമെന്നും എങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറേണ്ടതെന്നും ശബ്നം ഹാഷ്മി വിശദീകരിച്ചു കൊടുത്തു. Passed their 10th and 12th and then whoever decided to continue. But the important thing which we taught them was how to fight for their women's rights. How to fight for their rights as a girl, as a woman in the society. And this is the time, and I don't know, maybe there are people who have a different opinion about it. This is the time, 81 to 89, when I was working in that where everyone lives with equal dignity and respect. And as young 88 gang rape survivors and their stories of what happened to them. And the stories are CH ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. ശബ്നം ഹാഷ്മിയുടെ അസറ്റ് വായനാമുറ്റത്തുള്ള സ്നേഹ സമ്മാനം അക്ഷരസ്നേഹം അസറ്റ് ലൈബ്രറിയിൽ വെച്ച് കൈമാറി. MVK അഹമ്മദ് കുട്ടി, സൗദ റഷീദ്, SK അസൈനാർ, സുധീർ ദേവദാസ്, സൗഫി താഴക്കണ്ടി, OC ലീന, CH രാജീവൻ, രദീപ് പാലേരി, സജീവൻ കൈതക്കൽ, സുധീർ ദേവദാസ്, സൗഫി താഴക്കണ്ടി, OC ലീന, CH രാജീവൻ, രദീപ് പാലേരി, സജീവൻ കൈതക്കൽ, കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. അസറ്റ് ജനറൽ കൺവീനർ നസീർ നൊച്ചാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് NP അസീസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് രദീപ് പാലേരി മിമിക്രിയും നാടൻ പാട്ടും അവതരിപ്പിച്ചു. പറയാറുള്ളൂ എല്ലാ കോൺഗ്രസ്സായി തള്ളിത്തള്ളി വീടാവട്ടെ കാര്യം എന്റെ കാലല്ല അവന്റെ കാര്യം വിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര.